നിങ്ങളൊരു വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഫുൾ എമൗണ്ട് കയ്യിൽ റെഡിയാക്കി വെച്ചുകൊണ്ടാണോ ആ വീട് കെട്ടാൻ പോകുന്നത്? എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ കുറഞ്ഞ ഇൻട്രസ്റ്റിന് കിട്ടുന്ന ഒരു ലോണാണ് ഹോം ലോൺ എന്ന് പറയുന്നത്. ഇത്രത്തോളം കുറഞ്ഞ ഇൻട്രസ്റ്റിന് ലോൺ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്ത് ബെറ്റർ അഡ്വാൻറ്റേജ് എടുക്കാനാണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു 50 lakhs റെഡി ആയിട്ടുണ്ട്. ആ ഫുൾ കാശ് നിങ്ങൾ എടുത്തുകൊണ്ട് ഒരു വീട് പണിയാനാണ് റെഡി ആയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ 50 ലക്ഷം യൂസ് ചെയ്യാതെ ഒരു ഹോം ലോൺ എടുത്തു എന്ന് വിചാരിക്കുക. ഒരു 50 ലക്ഷത്തിൻ്റെ ഹോം ലോൺ ഒരു 9% ഇൻട്രസ്റ്റിന് ഒരു 20 കൊല്ലത്തേക്ക് നിങ്ങൾ എടുത്തു എന്നാണെങ്കിൽ നിങ്ങൾ മൊത്തം 1,08,00,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതിൽ 58 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ബാക്കി 50 ലക്ഷം ഓൾറെഡി നമ്മൾ മേടിച്ച എമൗണ്ട് ആണ്. ഓക്കെ, ഇതെങ്ങനെ കിട്ടി? ഇനി സപ്പോസ് നിങ്ങളുടെ ഓൾറെഡി ഉള്ള 50 ലക്ഷം രൂപ നിങ്ങൾ ഏതെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് വളരെയധികം സേഫ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഒരു 9-10% നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും, വളരെ സേഫ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 50 ലക്ഷം രൂപ നിങ്ങളൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് 9% റിട്ടേൺസ് വെക്കുന്ന രീതിയിൽ ഒരു 20 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന റിട്ടേൺസ് മാത്രം, ക്ലിയർ ആയി കേട്ടോളൂ, റിട്ടേൺസ് മാത്രം 2,30,00,000 രൂപയായിരിക്കും. കാരണം എന്താണ്? ഇവിടെ കമ്പൗണ്ടിങ് ആണ് വർക്കൗട്ട് ആവുന്നത്. ഞാൻ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് ആദ്യത്തെ കൊല്ലം 9% റിട്ടേൺസ് കിട്ടി. ഇത് എല്ലാ കൊല്ലവും ആഡ് ഓൺ കൊണ്ട് 20 കൊല്ലത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ, റിട്ടേൺസ് മാത്രം, പ്രോഫിറ്റ് മാത്രം 2,30,00,000 രൂപയാണ്. അത് ഞാൻ ഓൾറെഡി ബാങ്ക് ലോൺ എടുത്തിട്ട് എനിക്ക് വന്ന ഇൻട്രസ്റ്റിന്റെ 4 ഇരട്ടി ലാഭം എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ ഇത്രത്തോളം കുറഞ്ഞ ഇൻട്രസ്റ്റിന് കിട്ടുന്ന ഒരു ലോണ് തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് ബെറ്റർ അഡ്വാൻറ്റേജ് എടുത്ത് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാൻ നോക്കുക. സപ്പോസ് നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തുകൊണ്ടാണ് നിങ്ങളൊരു ലോൺ എടുക്കാതെ ഒരു വീട് വെക്കാൻ പോവുകയാണെന്നാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യരുത്. ആ പൈസ വളരെയധികം സേഫ് ആയിട്ടുള്ള ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അടിപൊളിയായി ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം രൂപ കയ്യിലെടുക്കാനില്ല, അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ല എന്നാണെങ്കിൽ, എന്തായാലും ഹോം ലോൺ എടുത്തുകൊണ്ട് തന്നെയാണ് വീട് കെട്ടാൻ പോകുന്നതെന്നാണെങ്കിൽ ഈ ഒരു സ്മോൾ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 0% നിങ്ങൾക്ക് ഓൾറെഡി ഹോം ലോണും എടുക്കാൻ പറ്റുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയി കേട്ടോളൂ. സപ്പോസ് 50 lakhs ഒരു ഹോം ലോൺ നിങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഒരു 9% ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് ഒരു 25 കൊല്ലത്തേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്നാണെങ്കിൽ 76 ലക്ഷം രൂപ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രം കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ലോൺ എടുത്ത കാര്യം. ഇനി 50 ലക്ഷത്തിൻ്റെ 0.1% എന്ന് പറയുന്നത് 5,000 റുപ്പീസാണ്. ഈ 5,000 റുപ്പീസ് നിങ്ങൾ എടുത്തുകൊണ്ട് വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 12% റിട്ടേൺസ് വെച്ചുകൊണ്ട് ഒരു 25 കൊല്ലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ റിട്ടേൺസ് മാത്രം ഏതാണ്ട് ലാഭം മാത്രം 80 ലക്ഷം രൂപയായിരിക്കും. അതായത് എനിക്ക് ഇൻട്രസ്റ്റ് ഞാൻ കൊടുത്ത എമൗണ്ട് എത്രയാണോ അതിനേക്കാട്ടിലും ഒരു 3-4 ലക്ഷം രൂപ എനിക്ക് കൂടുതലായിരിക്കും എനിക്ക് ഇവിടുന്ന് SIP നിന്ന് കിട്ടുന്ന റിട്ടേൺസ്. നിങ്ങൾ ഈ ഒരു സ്മാർട്ടായിട്ട് നിങ്ങൾ ചിന്തിച്ച് ചെയ്യുകയാണ് എന്നാണെങ്കിൽ, അതായത് ലോൺ എടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരു SIPയും കൂടി, അത് വെറും 0.1% ആയിട്ടുള്ള ഒരു SIPയും കൂടി നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ 25 കൊല്ലം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഓൾമോസ്റ്റ് 0% ഒരു ഹോം ലോൺ തന്നെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതുപോലുള്ള വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രിക്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനാൻസ് തീർച്ചയായിട്ടും ബെറ്റർ ആക്കാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രിക്സ് ഇനിയും വേണം, ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണമെന്നാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഇപ്പം തന്നെ ലൈക്കും ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. താങ്ക്